നീ എന്നെ ഇത് ചെയ്തേ പറ്റുള്ളൂ ഷമീറ. തെറി പറഞ്ഞോ? ഞാൻ ജസ്റ്റ് ആരോ എന്തോ പറഞ്ഞപ്പോ ഞാൻ തിരിച്ചെന്തോ പറഞ്ഞേ. ആ ഓക്കെ, പണിഷ്മെന്റ് എന്താണ്? എന്ത് വേണ്ട വിട്. പണിഷ്മെന്റ് പറ. പണിഷ്മെന്റ് പെട്ടെന്ന് പറ. പെട്ടെന്ന് പണിഷ്മെന്റ് നിർത്തിട്ടൊക്കെ ലൈവ് തുടരണം മോനെ. ഇതൊന്നും നമുക്ക് പുത്തരിയല്ല. ഈ പണിഷ്മെന്റ് ഒന്നും നമുക്ക് ഇതല്ല. വിചാരിച്ച കൂടിയ പണിഷ്മെന്റ് പറയരുത്. അല്ല, ഇനി കൂടി പോയാ പുഷപ്പ് മാത്രല്ലേ ഉള്ളൂ. ഏത് ആണോ? അങ്ങനെയാണോ? അല്ല കാന്താരി വേണ്ട. പെട്ടെന്ന് പെട്ടെന്നൊരു പണിഷ്മെന്റ് പറഞ്ഞ ക്യാരറ്റ് ജ്യൂസ് അടിക്കലും മുസമ്പി തൊളിക്കലെല്ലാം ഈ കോലീഡർ ചെയ്യുന്ന പരിപാടികൾക്ക് ഈ കോലീഡർ മണ്ടന ഉണ്ടാക്കിയ ഈ മരം മണ്ടന എന്താ ചെയ്യുന്നത്? ഓനിടെ കച്ചവടം നടത്തിയെന്നു അവന്റെ കോലേറ്റർ ഇങ്ങോട്ട് വന്നാ മോനെ. 400 rupees super chat. പണിഷ്മെന്റ് ഞാൻ അറിയാണ്ട് വാക്ക് പറഞ്ഞു, മൈ പറഞ്ഞു. അപ്പൊ പണിഷ്മെന്റ് എന്താണ്? മൈൽഡ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ്. അങ്ങനെ ഇതും ബോഡി പാർട്സ് പോലല്ലേ, പേഴ്സണൽ സംഭവം. ലോകത്ത് എന്തോ അങ്ങനെ പറയാലോ. ഇല്ലാതെ ഇത് കുറച്ച് ഇഷ്ടപ്പെട്ട അത് മോശം പണിഷ്മെന്റ് ആണ്, അത് ചെയ്യാൻ പറ്റില്ല. അത് വേണ്ട, അത് വേണ്ട, പണിഷ്മെന്റ് അല്ല. ഇവര് പരിപാടിയാ. അയ്യോ ഗൈസ്, അങ്ങനെ പണിഷ്മെന്റ് തരല്ലേ പ്ലീസ്. ആ സങ്കടം നിന്റെ മുഖം പറയാ. അതല്ല, വേറെ കൊടുക്ക്. ഇതെന്താണ്? നല്ല പരിപാടി തന്നെ. എല്ലാവർക്കും മനസ്സില്ല, മനസ്സോടുകൂടി ഞാൻ ചെയ്യാം. നിങ്ങളെ എല്ലാരും ആഗ്രഹം കാണി, പിന്നെ ഞാൻ എന്ത് ചെയ്യാനോ? എന്തിനാടാ ഓനിങ്ങനെ സന്തോഷം കൊടുക്കുന്ന നിങ്ങള്? നീ എന്ത് ചെയ്യാൻ? വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എനിക്ക് പിന്നെ മൂടുന്നില്ലേ, പിന്നെ ഞാൻ ചെയ്യാം. പിന്നെ എല്ലാരും പറയുന്നല്ലേ. ഓക്കെ ചെയ്യാം, പോട്ടെ. അത്ര സങ്കടപ്പെട്ട് നീ ചെയ്യണ്ടടാ, അത്ര സങ്കടപ്പെട്ട് നീ ചെയ്യണ്ട. വേണ്ട. കണ്ണോണ്ടൊക്കെ എന്താ വിളിച്ച് ഇപ്പൊ ഒരു വിളി വരുമല്ല. നിനക്ക് ആവശ്യം വരുമ്പോ എന്ത് അണ്ടി, എന്ത് ചീത്ത അണ്ടി എല്ലാവർക്കും ഉള്ള സാധനമല്ല. നിനക്കില്ലടാ, നിനക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് കശുവണ്ടി. അണ്ടി പല രീതിയിലുണ്ട്. കശുവണ്ടി, മാങ്ങാണ്ടി, തേങ്ങാണ്ടി. തേങ്ങാണ്ടി ഫോണിപ്പോ തിരിച്ചു അവരെല്ലാരും പറയും ചെയ്യാം. എന്തിനാടാ ഇവൻ ഇങ്ങനെ കുളിർമ മനസ്സിന് സന്തോഷം കൊടുക്കും നിങ്ങള് നാറികളെ. പ്രപ്പോസ് അത് വേണ്ട, എന്നാ ഞാൻ ചെയ്യാത്. അത് നിനക്ക് വേണ്ടി ആ തെറ്റ് ഞാൻ ഇതെടുക്കാം. നീ ആ കൊലക്കുറ്റം ചെയ്തില്ലേ, അതിന്റെ ഇത് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. നീ അതെ നിനക്ക് വേണ്ടിട്ട് ഇങ്ങനൊരു ജയില് വേണ്ട. ഈ ജയിലിൽ ഞാൻ ഏറ്റെടുക്കാം. തെറ്റും ഞാൻ ചെയ്തോളാം. നല്ലൊരു ജയിലാണ്. ചാറ്റ് വിധിക്കുന്ന എന്ത് തെറ്റും ഞാൻ ഇതായിക്കോളാം. എന്ത് നിനക്ക് വിധിച്ച പണിഷ്മെന്റ് ഇവരെ ഏറ്റെടുക്കാന്ന് പറയുന്നത്. പറയട്ടെ, അല്ല നിങ്ങളെ പണിഷ്മെന്റ് പറയട്ടെ. ഷമീർ പണിഷ്മെന്റ് ഏറ്റെടുക്കാന്ന് പറയുന്നത്. അപ്പൊ ഷമീറിന് എന്താ പണിഷ്മെന്റ് പറഞ്ഞു കൊടുക്കുക? ഷമീറിന് എന്താ പണിഷ്മെന്റ്? ഷമീർ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ശിക്ഷ എനക്കുള്ള പണിഷ്മെന്റ് ഷമീർ ഏറ്റെടുക്കാന്ന് പണിഷ്മെന്റ് പറഞ്ഞു കൊടുക്കുക. അല്ല പറയട്ടെ, അത് ചാറ്റ് പറയട്ടെ. ഇതേ പണിഷ്മെന്റ് ആയിരിക്കും. ചാറ്റ് പറയട്ടെ. എന്റെ സുഹൃത്ത് ഒരു തെറ്റ് ചെയ്തു, പണിഷ്മെന്റ് ഏറ്റെടുക്കാന്ന് പറയുന്നത്. പറ ചാറ്റ്, എന്താ പണിഷ്മെന്റ്? പണിഷ്മെന്റ് തന്നെ ഇപ്പൊ പറയോ? അതന്നെ തന്നെ. പിന്നെന്ത് വേറെന്താ പണിഷ്മെന്റ്? വേറെന്താ പണിഷ്മെന്റ്? വരട്ടെ. പ്രപ്പോസ് മേയർ തന്നെ ഉള്ളൂ. ഇല്ല, അത് എന്റെതാ. നേരത്തെ എന്ത് ഡിലേ ആണ്. കുറച്ചായിട്ട് നമ്മള് കിസ്സറാകുമ്പോ ചില്ലി എടുത്ത് കേട്ടാലോ, ചില്ലി എടുത്ത് മുഖത്ത് വെക്കും. അതാ പറയുന്നത്.
ചേട്ടൻ പറയുന്ന കിസ് റാമ്പോലും വലിയൊരു പണി ഞങ്ങൾക്ക് കിട്ടാനില്ല. എന്നാ കിസ് റാമ്പോ. ഇല്ല, ഈ അമ്മിക്കല്ലി ഞങ്ങൾക്ക് മുത്തം വെക്കാൻ പറ്റൂല. ഒരു കാര്യം ചെയ്തോ, ഞാൻ നിന്റെ സുഹൃത്തല്ല. നീ സുഹൃത്തല്ലേ അപ്പൊ? അനക്ക് നിന്നെ അറിയില്ല. എന്താ നിന്റെ പേര്? നിന്റെ പേരെന്താ? ഏത് കുട്ടു? ഏത് കുട്ടു? എന്റെ എന്തോ നിലത്ത് വീണ് മൈക്കെല്ലാം പോയി ആയി. എന്താണ് അത് കൊടുത്തു. നിന്റെ ഉള്ളിൽ സാമാനത്തിൽ എവിടെയോ പോയി നിന്റെ ഉള്ളിൽ കുടുങ്ങി. എവിടെ ഞാൻ നോക്കട്ടെ തിരി. മൈക്കവിടെ പോയി. ഇനി ആ മൈക്ക് ആരും തൊടണ്ട. ഉള്ളിൽ ഷഡിനുള്ളിൽ വീഴുന്നത്. അടിയിലുള്ളിൽ വീണ ഇല്ല. ഇതാ കുര്യാക്കോസ് ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ ഇതില്ല, പണിഷ്മെന്റ് ഇല്ല. എന്തിനാ അങ്ങനെ ഫ്രണ്ട്സിനെ സഹായിച്ചിട്ടുള്ള? ഇതൊന്നും വേണ്ട. കിസ് റാമ്പോ നല്ലൊരു പണിഷ്മെന്റ് അല്ലേ? നല്ലൊരു പണിഷ്മെന്റ്, അടിപൊളി പണിഷ്മെന്റ് ആണ്. കിസ് റാമ്പോ ഓൺ ലിപ്സ്. ഈ ജുറാസിക് പാർക്കിലെ പുതിയൊരു ആൻസിസ്റ്റർ ആണ് ഇവൻ. ഇവനെ ഞാൻ കിസ് ചെയ്യൂല. ഇല്ല ഞാൻ വിട്ടു പോണേ. ഞാൻ ഇത് വിട്ടു. ഇവനെ ഞാൻ സഹായിക്കുന്നില്ല. നീ പ്രപ്പോസ് ഒന്ന് പുല്ലെങ്കിലും ചെയ്തോ. നീ എന്നെ ഇത് ചെയ്തേ പറ്റുള്ളൂ ഷമീറ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. തുടക്ക് എന്താണ് ഓൾസ് തുടക്ക്. നോക്കട്ടെ, മൈക്കിൽ വെള്ളം കയറി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ പ്രിയങ്ക ചോപ്രനല്ല കിസ് ചെയ്തത്. ഞാൻ ഈ കരടിയിലേന്ന് കിസ് ചെയ്തത്. എന്നിട്ട് നീ എന്നോട് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്? എക്സ്പീരിയൻസ് ഇവൻ പുട്ടു ഒന്നും കണ്ടില്ല. വൈകുന്നേരം എന്റെ വായിൽ പുട്ടല്ലേ കയറി. എന്തൊരു ശരിക്കും ചുണ്ടെടുത്തില്ലായ മഴവില്ല സ്പാമേടാ ഗേടാ. പെണ്ണ് കിട്ടിയില്ല. ഇവരന്ന് ഇങ്ങനെ എന്റെ മുഖത്തിന്റെ അടുത്ത് വന്നിന്. ഇവന്റെ കാമക്കടി ഇവൻ തീർത്തത് ഈ വിപുലമായ ചുണ്ടുകളിലാണ് ഇവൻ തീർത്തത്. ഇതുവരെ ഒരു പെണ്ണോ ആണോ കിസ് ചെയ്യാത്ത എന്റെ ചുണ്ടുകൾ. ചപ്പാത്തി കിസ് ചെയ്ത് ഈ കരടി ഇത് സ്വീറ്റ്സ് ഉണ്ടാകുന്ന ഉപ്പ് രസമൊക്കെ ഉണ്ട്. സാൾട്ടിയ ഇവന്റെ വായി നോക്കി, ഇവന്റെ പല്ല് നോക്കി, അവിടെ പുട്ടെല്ലാം കിടക്കുന്ന ഇങ്ങനെയൊന്നും കാണിക്കുന്നല്ലോ ഷമീറ. റെയിൻബോ എല്ലാം വരുന്ന വെർജിനിറ്റി പോയത്. ഇതിലും വെർജിനിറ്റി പോയത്. വെർജിനിറ്റി നിന്റെ വെർജിനിറ്റി പോയി. കിസ് ചെയ്ത വെർജിനിറ്റി പോകും. എന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാം? എന്റെ ജീവിതത്തിൽ എന്റെ വെർജിനിറ്റി പോകുന്നുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ച്, അത്രയും സൗന്ദര്യമുള്ള ദീപിക പത്കൊണ്ട പോലത്തുള്ള ഒരു പെണ്ണായിരുന്നു. അങ്ക് കിട്ടിയത് ഈ പെട്ടിപ്പലകനായി അങ്ക് കിട്ടിയത് ഈ ഡ്രമ്മിലാണല്ലോ. നല്ല ഇതല്ലടാ ഞാൻ കിട്ടില്ല സാധനമല്ലേ. കാണിച്ചു കൊടുക്കും ഇവർക്ക്. എന്തായാലും ഹാപ്പി വെർജിനിറ്റി. എന്തായാലും പോയില്ല, വെർജിനിറ്റി പോയല്ലോ. പോയിട്ടില്ല, പോയി. പിന്നെ പെണ്ണ് ചെയ്താലേ പോകും. അപ്പൊ പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാർക്ക് വെർജിനിറ്റി എങ്ങനെ പോകുന്നത്? ആണും ചെയ്തിട്ടല്ലേ, പെണ്ണും ചെയ്തിട്ടല്ലേ ലെസ്ബിയൻ? നിന്റെ പോയിനാ എങ്ങനാ? നിന്റെ വെർജിനിറ്റി പോയി. അതിന് ഞാൻ ആണുങ്ങളെ ഒത്തും വെക്കല്ലോ. എന്താ നീ ആണുങ്ങളെ മുത്തം വെക്കാത്ത? അല്ല ഞാൻ ചോദിച്ചതാ, കാര്യം ചോദിച്ചതാ. ഉണ്ടനാട്ടോ ഇവൻ. ഇവ സഫാന ഒന്നും മുത്തം വെച്ചില്ലേ മമ്മു? നീ അവസരം മുതലെടുത്താ മാറി. എന്റെ ലിപിലമായ ചുണ്ടുകളിൽ നീ കിസ് ചെയ്തിട്ട് നിന്റെ ചുണ്ടിലാ തുപ്പി പ്രൊപ്പോസ് മെഹർ ഒന്നും പറയല്ലേ. അതൊന്നും ശരിയാവൂല. എടാ ഈ ഇപ്പൊട്ടാമസിന്റെ ഇവന്റെ മുഖൻ എന്റെ മുഖത്ത് പതിപ്പിച്ച എന്തിനാ? ഇത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഇപ്പൊട്ടാമസിനാ. പക്ഷെ ചേട്ടല്ലോ പറയുന്നത് എനക്ക് ആഗ്രഹമില്ല. ആളുകളാടാ ഈ കരടീനെ കൊണ്ട് എന്റെ മുത്തും വെപ്പിച്ച് എന്നിട്ട് ഇവനിപ്പോ പ്രപ്പോസ് ചെയ്തോ കൊടുക്കുന്ന എന്തൊരു ഒരിക്കൽ കൂടെ മുത്തം വെക്കാം. പക്ഷെ ഇത് ചെയ്യാൻ എന്താണ് നിനക്ക് ഇത്ര ഇത്? മുത്തം കിട്ടൂലേ? എന്തൊരു അങ്ങനെയല്ല, അങ്ങനെയല്ല. എടാ അങ്ങനെയല്ല നീ അത് അങ്ങനെ തന്നെ പറഞ്ഞാ മതി. ചുണ്ട് കടിച്ചു പറിക്കലും പ്രപ്പോസലും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങോട്ട് പറയാ. അതാ കുര്യാക്കോസ് ഫ്രണ്ട് 1000 രൂപീസ് ഉപചാരിച്ച റാംബോ പെണ്ണ് കിട്ടാതെ മൂത്ത് നിന്നതാണ്. ഷമീറിനെ ചുണ്ട് പൊട്ടി രാത്രി ബാക്ക് പൊട്ടും. റാംബോ സീനാണ്.
ജിയോ വേണമെങ്കിൽ ഇറങ്ങി കൊണ്ട് ഷെമീറെ കാശ് ഇവൻ എന്റെ ലിബിലമായ ചുണ്ടാ 1000 രൂപ സൂപ്പർ ബേക്കിൽ വെച്ചിട്ട് ഞാൻ കിടക്കല ഇവന്റെ ഒപ്പം. കുണ്ടനാന്നൊക്കെ സംശയം റിയൽ കുണ്ടൻ. ഞാൻ ബേക്കിൽ ചരട്ടും ചമ്പലും വെച്ചിട്ട് ഉറങ്ങല്. എടാ ഞാൻ കാര്യം പറ്റേ മെഹർ നാളെ പ്രപ്പോസ് ചെയ്യാം. ഞങ്ങൾക്കൊന്ന് പ്രിപ്പയർ ആണോ? ഞാൻ ഇപ്പൊ ആലോചിച്ചു, ഞാൻ പെട്ടെന്ന് അതിനെ കുറിച്ച് റിയൽ ആയിട്ട് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അല്ല എല്ലാവരും പ്രപ്പോസ് മലയും ഇതൊക്കെ പറയേണ്ടിട്ടാ. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പ്രപ്പോസ് ചെയ്താൽ പോലെ. ഇത് നോക്ക്, എല്ലാവരും പ്രപ്പോസ് എന്ന് പറയുന്നത് ഞാനെന്തിനാ ഈ കരടീന്റെ കടി കൊണ്ടത്? കഴിച്ചില്ലല്ലോടാ. കടിച്ചില്ല, പക്ഷെ ഇങ്ങനെ സ്മൂത്ത് ചെയ്തിട്ടുണ്ടാവില്ലേ? പോയില്ലേ മൂച്ച പിടിച്ച് കടിച്ചു വലിച്ചില്ലേ? ഈ മൂച്ചി